ഭംഗവുമാ കന്യ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. പരിശുദ്ധ അമ്മയുടെ കന്യാവ്രതത്തെ സൂചിപ്പിക്കാൻ ഒരു പുത്രന് ജന്മം നൽകിയിട്ടും അവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഒരു ഊനവും വന്നില്ല എന്ന്, ഒരു ഭംഗവും വന്നില്ല എന്ന് ദൈവജനത്തെ പഠിപ്പിക്കുവാൻ പിതാക്കന്മാർ ക്രമീകരിച്ചു വെച്ചൊരു പാട്ടാണ്. അതിനവർ തെരഞ്ഞെടുത്ത ദൃഷ്ടാന്തം, ഉപമ എന്താണ്? മോശ കണ്ട കത്തുന്ന മുൾപ്പടർപ്പ്. എന്താണ് മോശ കണ്ട കത്തുന്ന മുൾപ്പടർപ്പിന്റെ പ്രത്യേകത? തീ കൊണ്ട് കത്തിയാൽ, ദഹിച്ചാൽ വെന്തുപോകാത്തത്, നശിച്ചു പോകാത്തത് എന്തെങ്കിലും ഉണ്ടോ? തീ കൊണ്ട് കത്തിച്ചാൽ, നശിപ്പിച്ചാൽ, ദഹിപ്പിച്ചാൽ മാറ്റം വരാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മെറ്റലാണെങ്കിൽ പോലും ഒരു മാറ്റം ഉണ്ടാവും. എന്നാൽ മോശ കണ്ട കത്തുന്ന മുൾപടർപ്പിൽ എരുത്തി ആളി കത്തിയിട്ടും മുൾപടർപ്പിന് ഒന്നും സംഭവിച്ചില്ല. ഇതാണ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ദൃഷ്ടാന്തം. സകലത്തെയും ദഹിപ്പിക്കുന്ന അഗ്നിയായവൻ, സ്വർഗീയ അഗ്നിയായവൻ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ കടന്നു വസിച്ചിട്ടും പരിശുദ്ധ അമ്മ ദഹിച്ചു പോയോ? പരിശുദ്ധ അമ്മ ഇല്ലാതായി പോയോ? നശിച്ചു പോയോ? ഇല്ല. അതുകൊണ്ട് പിതാക്കന്മാർ ഈ കത്തുന്ന മുൾപടർപ്പിനോട് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു പാഠം കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം വന്നില്ല എന്നുള്ള പാഠത്തോടൊപ്പം തന്നെ മറ്റൊരു പാഠം കൂടെ ആ ചിന്തയോട്, പിതാക്കന്മാരുടെ പഠിപ്പിക്കലിനോട് ചേർന്നിരിപ്പുണ്ട്. എന്താണത്? ഒരു മുൾപടർപ്പ് കത്തിയാൽ ഉണ്ടാവുക സുഖമാണോ വേദനയാണോ? തീ വെച്ചാലേ, തീ കത്തിയാൽ ഉണ്ടാകുന്നത് സുഖമാണോ വേദനയാണോ? എന്റെ അമ്മമാരെ, നിങ്ങൾ പാചകപ്പുരയിൽ എത്രയോ കസർത്തുകൾ നടത്തുന്നവരാണ്. തീ ഒന്നേശിയാൽ ഉണ്ടാകുന്നത് സുഖമാണോ വേദനയാണോ? ഇന്നയോളം മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ്? വേദനയാണ്. എന്നാൽ ഇവിടെ ഇതാ ഒരു മുൾപടർപ്പ്, അത് കത്തിയിട്ടും വെന്തുപോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സഹനങ്ങളെയും, സകല തീയെയും, സകല അഗ്നിയെയും, സകല വേദനകളെയും സ്വീകരിക്കാൻ ഒരാൾ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നൊരു ചിന്ത കൂടെ ആ ഉപമയിലുണ്ട്. സകല വേദനകളും സ്വീകരിക്കാൻ തയ്യാറായ ഒരാൾ. നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? വേദനകൾ സ്വീകരിക്കാൻ വേണ്ടിയാണോ? സുഖം ആസ്വദിക്കാൻ വേണ്ടിയാണോ? പറയുന്നേ, സത്യസന്ധമായി പള്ളിയിലിരുന്ന് പറയുന്നേ. നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വരുന്നത്, നമ്മുടെയൊക്കെ നിരന്തരമായി പ്രാർത്ഥനകളിൽ ഉരുവിടുന്നതും എന്തായിരിക്കും? സുഖം തരണേ, സ്വസ്ഥത തരണേ, സമാധാനം തരണേ എന്നല്ലേ? പക്ഷെ പരിശുദ്ധ അമ്മ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിലൊരിക്കലും പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചില്ല. എന്ത്? സുഖം മാത്രമേ എനിക്ക് തരാവൂ എന്ന്. ഈ പരിശുദ്ധ അമ്മയോടല്ലേ വൃദ്ധനായ ശിമയോൻ പറഞ്ഞു, എന്താണ്? നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടക്കും, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വേദനാജനകമായ അനുഭവങ്ങൾ നിന്റെ ജീവിത ചര്യകളിലൂടെ ഉണ്ടാവും.